ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു പൊരുത്തപ്പെട്ടവരാണോ അവർ സദാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിലൂടെ മരണപ്പെട്ടുപോയാലും സ്വർഗത്തിലെത്തിപ്പെട്ടാൽ അവിടെ വെച്ച് ചെയ്യുന്ന ഒരു അമല്, അവിടെ നോമ്പില്ലല്ലോ, അവിടെ നിസ്കാരമില്ലല്ലോ. സ്വർഗത്തിലെത്തിയ അത് പിന്നെ അമലിന്റെ ലോകമല്ല, ആസ്വാദനത്തിന്റെ ലോകമാണ്, ആനന്ദത്തിന്റെ പറുദീസയാണ്, സൗഖ്യത്തിന്റെ ശാശ്വത ഭവനമാണ് സ്വർഗം. അവിടെ ആരാധനല്ല. പക്ഷെ ഈ ലോകത്ത് അള്ളാഹുവിനെ അറിഞ്ഞു വണങ്ങുന്ന അള്ളാഹു പൊരുത്തപ്പെട്ട ഇഷ്ടദാസന്മാർ ഏതേത് സമയത്തും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മരിച്ച് സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ സ്വർഗത്തിൽ വെച്ചും അവർ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുകയാണ്, അൽഹംദുലില്ലാ പ്രഖ്യാപിക്കുകയാണ് സ്വർഗത്തിൽ വെച്ച് പോലും. ഇത് സ്വർഗക്കാരുടെ അമലാണ്. ഈ അമല് കൊണ്ടാണ് നാം സ്വർഗത്തിലെത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇത് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്ത്? സജ്ജനങ്ങൾ മരിച്ചു ചെന്ന് സ്വർഗത്തിലെത്തിയാല് അവിടെ വെച്ചവർ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ മനോഹര രംഗം, അവരുടെ അൽഹംദുലില്ലാ ഒരായത്തിലൊന്നും അല്ല. സ്വർഗവാസികൾ അൽഹംദുലില്ലാ പറയുന്ന ആയത്തുകൾ എത്ര ആയത്തുകളാണ്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഇതൊരു രംഗാണ്. സ്വർഗക്കാർ അള്ളാഹനെ സ്തുതിക്കുന്ന ഒരു രംഗം. സൂറത്ത് അഅറാഫിന്റെ 43-ാമത്തെ ആയത്ത്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാൻ ക്ലിയർ ആക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പാർട്ടിക്കാര്. ഈമാൻ ഇല്ലാതെ സൽക്കർമ്മം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത് ബേസ് ആണല്ലോ. ഈമാൻ ബേസ് ക്ലിയർ അല്ലെങ്കിൽ ഇനി എന്തോരം നില ഉയർത്തിയാലോ പൊളിഞ്ഞാടുമല്ലോ. ഈമാൻ ക്ലിയർ ആക്കി അതിനു മീതെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യരായി ജീവിച്ച പാർട്ടിക്കാര്. ഇത് കേൾക്കുമ്പോ ബേജാറാവും, പടച്ചോനെ ഈ ചെയ്യുന്നതൊക്കെ പോരെ, ഒക്കെ പറ്റുള്ളൂ. അത്ര മതി, പറ്റുന്നത് എത്രച്ചാ അത്രേ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും അസാധ്യമായത് അള്ളാഹു കീർത്തിക്കുന്നില്ല. സാധിക്കാത്തത് അള്ളാഹു ആരോടും കൽപ്പിക്കില്ല. അവനവന്റെ കഴിവിനപ്പുറത്തുള്ളത് അള്ളാഹു ആരെയുടെയും മേലിൽ ഒരുത്തന്റെ മേലിലും അടിച്ചേൽപ്പിക്കുകയില്ല. അള്ളാഹു പറയാ ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അമലു സ്വാലിഹാത്ത് എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സാധ്യമായത്, അതിനപ്പുറത്തേക്ക് ഞാൻ കൽപ്പിക്കുന്നില്ല. ഈമാൻ ക്ലിയറാക്കി സൽക്കർമ്മങ്ങളാവും വിധം അനുഷ്ഠിക്കുന്ന ആളുകൾ ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗക്കാരായ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ സ്വർഗലോകത്ത് നിത്യവാസികളായിരിക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, സ്വർഗക്കാരുടെ മൈൻഡ് പറയാൻ, മാനസികാവസ്ഥ.
അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം വിദ്വേഷങ്ങളെ, വെറുപ്പിനെ, പകയെ, അസൂയയെ, ശത്രുതയെ നാം എടുത്തു നീക്കുന്നതാണ്. ആരുടെ? സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ നിന്ന് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ കറ നാം നീക്കം ചെയ്യുമെന്ന് അല്ലാഹു. എന്താ ഈ പറഞ്ഞത്? ഒന്നുമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ തമ്മിൽ വെറുപ്പ് സ്വാഭാവികമാണ്, അസൂയ സ്വാഭാവികമാണ്, അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അതൊരു കുറ്റല്ല. നിങ്ങളിൽ ചിലർക്ക് എന്നോടൊരു വെറുപ്പ്, മൊയ്ലിയരോടൊരു വെറുപ്പ്, ആ വെറുപ്പ് കുറ്റാണോ? വെറുപ്പ് ചുമ്മാ ഉണ്ടാകുക. ഈ ഇഷ്ടവും വെറുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാ. ഇഷ്ടവും വെറുപ്പും നമ്മൾ കരുതി ബോധപൂർവം സൃഷ്ടിക്കുന്നതല്ല, മനസ്സിനകത്തത് പ്രകൃതിയാൽ വന്നുപോകുന്നതാണ്. അപ്പൊ ഒരു സഹോദരനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത് അതൊരു കുറ്റല്ല. ആ വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോഴാ കുറ്റം. കാമവികാരം അതൊരു കുറ്റല്ലല്ലോ, അത് പ്രകൃതിയിൽ അള്ളാഹു നിക്ഷേപിച്ചതാണത്. ഒരു സുന്ദരിയെ കാണുമ്പോ മനുഷ്യനാണെങ്കിൽ അവന്റെ വൈകാരികതയിൽ ഉദ്ദീപനമുണ്ടാകും, അത് തെറ്റല്ല. ആളറിയാൻ വേണ്ടി ഒറ്റ നോട്ടം നോക്കിപ്പോയപ്പോ തന്നെ വികാരം ഉണരും. അത് പ്രകടിപ്പിക്കുമ്പോഴാ തെറ്റ്. അവളോടൊന്ന് സംസാരിക്കുക, അടുത്തു പോയി ഒന്ന് ഇടപഴകുക, അപ്പോഴാ തെറ്റാകുന്നത്. നേരെ മറിച്ച് അത് വികാരം ഉള്ളിലുള്ളത് കൊണ്ട് തെറ്റില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പാണ്, ആ വെറുപ്പ് പ്രകടിപ്പിച്ചു, വാക്കിൽ പ്രകടിപ്പിച്ചു, പ്രവൃത്തിയിൽ പ്രകടിപ്പിച്ചു, കുറ്റായി. പ്രകടിപ്പിച്ചില്ലെങ്കിലോ കൂലിയാണ്. ആ വെറുപ്പ് ഉണ്ടായിട്ട് അവിടെ പിടിച്ചു നിന്നില്ലേ, അത് കൂലിയാണ്. എന്നാലും മുഅ്മിനീങ്ങളുടെ മനസ്സിനകത്ത് വിദ്വേഷമുണ്ടാകും, വെറുപ്പുണ്ടാകും, പലരോടും ശത്രുത ഉണ്ടാകും, ഇഷ്ടക്കേടുണ്ടാകും. ഇതൊക്കെ സ്വാഭാവിക. അസൂയ ഉണ്ടാകും. ഇതൊന്നും കുറ്റല്ല. കുറ്റം അത് പ്രകടിപ്പിക്കല. അള്ളാഹു പറയാണ്, ഈ മനുഷ്യ സഹജമായിട്ടുള്ള ഈ വൈകാരികതകളൊക്കെ ഉണ്ടല്ലോ, ഈ വെറുപ്പും വിദ്വേഷമൊക്കെ, ഇത് നാം സ്വർഗത്തിലേക്ക് കയറ്റി വിടുന്നതിന്റെ മുമ്പ്, കാരണം അവിടെ വെച്ച് അവർ തമ്മിൽ തല്ലാൻ പറ്റൂല, അതിന് പറ്റിയ ലോകമല്ലത്. അപ്പൊ പുറത്തു വെച്ച് തന്നെ നാം ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് അവരുടെ ഹൃദയങ്ങളിലുള്ള വിദ്വേഷത്തിന്റെ കലർപ്പുകളെ, കറകളെ, അതിന്റെ അംശങ്ങളെ നാം 100% ഡിലീറ്റ് ചെയ്ത് ക്ലീനാക്കും, ക്ലിയറാക്കും. അതിനകത്ത് ആരോടും ഒരു വെറുപ്പില്ല, സ്വർഗത്തിനകത്ത് ആരോടും ഒരു മനപ്രയാസം ഇല്ല. ഭൂമിയിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞവർ, തന്നെ ഇകഴ്ത്തിയവർ, താറടിച്ചവർ, തന്നോട് പോരടിച്ചവർ, തന്റെ കൂടെ സ്വർഗീയ വിരുന്നിൽ പങ്കാളികളാകുന്നതിൽ ഒരു സ്വർഗക്കാരനും അലോസരമുണ്ടാവില്ല, അരോചകമായി തോന്നുകയില്ല. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കല്യാണത്തിന് പോയി ശാപ്പാട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ബിസ്മില്ലാ പറഞ്ഞ് കൈ പിടിച്ച മുന്നിലേക്ക് നോക്കിയപ്പോ ബദ്ധവൈരി, അപ്പൊ തന്നെ വയറ് നിറഞ്ഞു. അങ്ങനെ ഉണ്ടാവും. ഒരു ഇഷ്ടമില്ലാത്ത ആളെ കണ്ടാൽ തന്നെ നമ്മൾ മൂഡ് ഓഫ് ആവുമല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. ഒരാളോടും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ നാം ഉണ്ടാക്കി തീർക്കും. ഉള്ളത് തന്നെ നാം മാറ്റും. ഈ ആയത്ത് ഓതിയിട്ട്, ഈ ആയത്ത് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും മുമ്പ് മനസ്സിനകത്ത വെറുപ്പൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുള്ള ആയത്ത് ഓതിയിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും തൊൽഹത്തിന്റെയും സുബൈറിന്റെയും ഇടയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നുവെച്ചാൽ അവരൊക്കെ തമ്മിൽ അഭിപ്രായം, പാർട്ടിക്കാർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മരണങ്ങൾ, രണാങ്കണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. തങ്ങൾ പറയാണ്, ഖലീഫ ഉസ്മാനുമായിട്ട് എന്റെ പ്രശ്നം, അതുപോലെ തുൽഹയും സുബൈറുമായിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സത്യമെന്ന് തോന്നിയെടുത്ത് നിൽക്കുകയാണ്. അല്ലാതെ ഒരു പാർട്ടി രൂപീകരിക്കാനോ നേതാവാകാനോ, സംഘടന എണ്ണം കൂടിയാലാണല്ലോ നേതാക്കൾക്ക് കസേര ഉണ്ടാവുള്ളൂ, അതൊന്നും അല്ല.
ഞങ്ങൾക്ക് സത്യം എന്ന് തോന്നിയത് ഞങ്ങൾ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. അതിനെതിർപ്പ് വന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ. അതുകൊണ്ടുള്ള വിദ്വേഷം, ചെറിയ ശത്രുതയൊക്കെ ഞങ്ങൾക്കിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെയൊക്കെ അള്ളാഹു ഈ മാനസിക അവസ്ഥയിൽ നിന്ന് മുക്തരാക്കി ശുദ്ധരാക്കിയിട്ട് കേറ്റിവിടും സ്വർഗത്തിലേക്കെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ കുറച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്വർഗത്തിലേക്ക് കയറ്റി വിടുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇദാ ഖലസൽ മുഅ്മിനൂന മിനന്നാരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖൽബിലുള്ള എല്ലാവരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ചുള്ള അടി മേടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസം, അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചതും. അങ്ങനെ ഇദാ ഖലിസൽ മുഅ്മിനൂന മിനന്നാരി, നരകത്തിൽ നിന്ന് സത്യവിശ്വാസികൾ എസ്കേപ്പ് ആയാൽ, രക്ഷപ്പെട്ടാൽ നേരാണ് സ്വർഗത്തേക്കാക്കല്ല, അവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നേരാണ് സ്വർഗത്തിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഹുബിസു അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, ബുഖാരിയുടെ ഹദീസായത്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പാലത്തിൽ അവരെ തടഞ്ഞു വെക്കും. അവിടെ ഒരു കസ്റ്റംസ് ഉണ്ട്, ഒരു ചെക്കിംഗ് ഉണ്ട്. എവിടെ? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ ഹുബിസു, അവരെ ഒന്ന് പിടിച്ചു വെക്കും, ഒന്ന് തടഞ്ഞു വെക്കും. തടഞ്ഞു വെച്ചിട്ട് ഫഖ്തസ്സലഹും മലാലിമ കാനത്ത് ബൈനഹും ഫിദ്ദുനിയ, ദുന്യാവിൽ വെച്ച് അവർ ചെറിയ പിണക്കും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാക്ക് പറഞ്ഞ് സംഗതി രണ്ട് ടീമും മുഅ്മിനീങ്ങളാണ്, ആവശ്യത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തു കൊടുത്താലും വ്യക്തികൾ തമ്മിൽ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെടാതെ തീരൂലല്ലോ അത്. അല്ലാഹ് ഇപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് നരകത്തിലിട്ട് നല്ല അടി കൊടുത്തു. പക്ഷെ ഈ ഗീബത്ത് പറയപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, പരദൂഷണത്തിന് വിധേയനായ വ്യക്തി ഉണ്ടല്ലോ, അവന്റെ കണക്ക് തീർക്കാതിരിക്കുക, അത് അല്ലാഹ് എത്ര തീർത്താലും തീരൂലല്ലോ. അതുകൊണ്ട് തന്നെ ഫഖ്തസ്സലഹും, അതിനുള്ള പ്രതികാര നടപടി, പ്രതിക്രിയ, ആ കുറ്റത്തിന് വേണ്ട തീരുമാനമെടുക്കാൻ വേണ്ടി, ദുനിയാവിൽ വെച്ചുണ്ടായ കശപിശയിലുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി ആ പാലത്തിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ രണ്ട് ടീമും വന്നിട്ട് അവിടെ വെച്ച് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ മാത്രം ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന, അപ്പോഴേ സ്വർഗത്തിലേക്ക് പോകാൻ അനുവാദം ലഭിക്കുകയുള്ളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുറച്ച് പ്രശ്നമുള്ള കുറ്റം തന്നെയാണത്. എന്താകട്ടെ, അതൊക്കെ തീർത്തിട്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുക. അല്ലാമ ഇബ്നു കസീർ പറയുന്നുണ്ട്, അള്ളാഹു ഇത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ഡിലീറ്റ് ചെയ്യാ? സ്വർഗത്തിന്റെ വാതിൽക്കൽ തന്നെ ഒരു പടുവൃക്ഷം, വലിയ മരമുണ്ട്. ആ മരത്തിന്റെ രണ്ട് ഭാഗങ്ങളിലൂടെ കൊച്ചു അരുവികൾ ഒഴുകുന്നുണ്ട്. രണ്ടരുവികൾ, ഓരോ വശത്ത് ഓരോ അരുവികൾ, അങ്ങനെ രണ്ടരുവികൾ. ഈ ഒരരുവിയിൽ നിന്ന് ഇവർ കുളിക്കുകയും മറ്റേ അരുവിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോ പ്രശ്നങ്ങൾ തീരും. ഏത് പ്രശ്നം തീരും? ഉള്ളിലെ കറ നീങ്ങും. കറ നീങ്ങിയിട്ട് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ല തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്വാരങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്നുണ്ട്. അവിടുന്നാണ് ഈ കുടിക്കുന്നതും കുളിക്കുന്നതും. എന്നിട്ടല്ല പറയാൻ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വഖാലു, അവരാദ്യം പറയുന്നത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഈ മനസ്സിലെ കച്ചറയൊക്കെ പോയി സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അതിന് പാസ്, ടിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ അവരാദ്യം പറയുന്നത് എന്ത്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും ഉടമസ്ഥനായ നാഥാ നിനക്ക് തന്നെ. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ച, ഞങ്ങൾക്ക് വഴി കാട്ടി തന്ന തമ്പുരാനെ നിനക്ക് സ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്,
നീ ഇങ്ങോട്ട് വഴി കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടെത്തില്ലായിരുന്നു അല്ലാ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ച വഴി കാണിച്ചു തന്ന് കൊണ്ടുവന്ന തമ്പുരാനെ നിനക്ക് സ്തുതി. എത്ര ആളുകളാ നരകക്കുഴിയിൽ വീണു, അങ്ങോട്ട് കൊണ്ടുപോയി വീഴ്ത്താതെ ഇങ്ങോട്ടെത്തിച്ച നാഥാ നിനക്ക് സ്തുതി. ഇതാണ് സ്വർഗക്കാരുടെ ആദ്യത്തെ കമന്റ്. ഒരുപാട് സ്ഥലത്തുണ്ട്. നരകക്കാർ അവിടെ കിടന്ന് എരിപിരി കൊള്ളുന്നു, ആർത്തു വിളിക്കുന്നു, നഷ്ടമേ എന്ന് വിളിച്ചു പറയുന്നു, വിലപിക്കുന്നു. അവരുടെ സങ്കടം കാണുന്ന നേരത്ത് സ്വർഗക്കാരുടെ രണ്ടാമത്തെ വാക്ക് ആദ്യം പറഞ്ഞല്ലോ, കേറി വരുമ്പോ وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. സൂറത്ത് ഫാത്തിറിൽ കാണങ്ങനെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, അവൻ ആരാണെന്നറിയോ? അദ്ഹബ അന്നൽ ഹസന, ഞങ്ങൾക്ക് ദുഃഖം നീക്കി കളഞ്ഞവനാണവൻ. ഞങ്ങളിൽ നിന്ന് ദുഃഖത്തെ പോക്കി കളഞ്ഞവനാണവൻ. അപ്പുറത്തുള്ളവർ ദുഃഖിക്കുകയാണല്ലോ, വ്യസനിക്കുകയാണല്ലോ, ഞങ്ങൾക്കത് തരാത്ത നാഥ. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, ഞങ്ങളുടെ നാഥൻ എത്ര പുറത്തു, എത്ര നന്ദിയാണ്. ഞങ്ങൾ ഇച്ചിരി നന്ദി കാണിച്ചപ്പോ അള്ളാഹു ഒത്തിരി നന്ദി ഞങ്ങളോട് ഇങ്ങോട്ട് കാണിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഖുർആനിലെ ഒരുപാട് ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ അത് മാത്രം കുറെ ദിവസം പറയണ്ടേ. ഇത് സ്വർഗക്കാരുടെ ഹംദേ. ഒന്നുകൂടെ പറയാം നമുക്ക്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعدا. പടച്ചോനെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആ രംഗം റബ്ബിനെ ഭയന്ന് ജീവിച്ച പാർട്ടിക്കാരെ തെളിക്കപ്പെടുന്ന ദിവസം, നയിക്കപ്പെടുന്ന ദിവസം, ഇലൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായി സ്വർഗലോകത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം. അള്ളാഹുവിനെ ഭയന്ന് ഭൂമിയിൽ ജീവിച്ച ആളുകളെ ജമാഅത്തായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിൽ നിന്നുള്ള ആൾക്കാര് ദാ കൂട്ടം കൂട്ടായിട്ട് ഹത്താ ഇദാ ജാഊഹാ, സ്വർഗ കവാടത്തിങ്കൽ ഈ കൂട്ടം ചെന്നെത്തുമ്പോൾ, ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, സ്വർഗീയ കവാടങ്ങളൊക്കെയും തുറന്നു കൊടുക്കും. ഒന്നല്ല, അബ്വാബ് തുറന്നു കൊടുക്കും. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ പ്രൊട്ടക്ഷന് നിയുക്തരായ പാറാവുകാരായ മലക്കുകൾ ഇവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും, സലാമുൻ അലൈക്കും, നിങ്ങൾക്കാണ് ശാന്തി മക്കളെ. തിബ്തും, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ടടാ നിങ്ങള്. അതുകൊണ്ട് ഫദ്ഖുലൂഹാ ഖാലിദീൻ, എന്നെന്നും ഇവിടെ നിങ്ങൾ താമസിച്ചു കൊള്ളുക. അതിനകത്തേക്ക് കയറിപ്പോയിട്ട് കാലാകാലവും നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോ മറുകക്ഷി മുത്തഖീകൾ പറയും, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദാ, ഞങ്ങളോട്
അവിടെ വെച്ച് വഅദ് പറഞ്ഞിരുന്നു, ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മര്യാദക്ക് ഖുർആൻ അനുസരിച്ച് ജീവിച്ചാല് മരണാനന്തരം സ്വർഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് കേട്ടിരുന്നു, വിശ്വസിച്ചിരുന്നു, ജീവിതത്തിൽ പകർത്തിയിരുന്നു, അള്ളാഹുവിന്റെ എഗ്രിമെന്റ് ആയിട്ട് ഞങ്ങൾ പരിഗണിച്ചിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങളോട് പറഞ്ഞ കരാറ് പാലിച്ച നാഥ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ചുരുക്കത്തില് സ്വർഗക്കാരുടെ ഒരു ഇബാദത്താണ് ഏത്? അൽഹംദുലില്ലാഹ് എന്നുള്ള സ്തുതി. ഒരു ഇബാദത്തിനും പ്രസക്തിയില്ലാത്ത സ്വർഗലോകത്ത് ഇതിന് പ്രസക്തിയുണ്ട്, ഹംദിന്. ആയതിനാൽ പ്രിയ മുഅ്മിനേ, അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് ഫാത്തിഹയിൽ മാത്രം പരിമിതപ്പെടുത്തരുതേ, നിസ്കാരത്തിൽ മാത്രം ഒതുക്കരുതേ. അത് ജീവിതത്തിന്റെ മുദ്രാവാക്യമായി ഉയരട്ടെ. അൽഹംദുലില്ലാഹ് ജീവിതത്തിന്റെ മുദ്രാവാക്യാകട്ടെ. അത് വാക്കിലും പ്രവൃത്തിയിലും ആ മുദ്രാവാക്യം മുഴങ്ങട്ടെ. അത് മതി. അൽഹംദുലില്ലാഹ്. ദ്വാരക്കൊന്നും വേണ്ട. റേഞ്ച് കൂടിയാൽ ദ്വാരക്കൂലല്ലോ. റേഞ്ച് കൂടിയവര് ദ്വാരക്കൂല. പോലും ചോദിച്ചു ദ്വാരക്കൂല എന്നാണ്. എന്തായാലും തെളിവ്? അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ ഏതാ? നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറെ പോരിശുള്ള മഹത്വമുള്ള ഒരു ദിക്ർ വേറെ ഇല്ലല്ലോ. ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ അതേതാ? കുറെ ദുആണ്ട്. ഖുർആനിൽ വന്ന ദുആണ്ട്, ഹദീസിൽ വന്ന ദുആണ്ട്, ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഇമാമിങ്ങളൊക്കെ ദ്വാരുന്ന ദുആണ്ട്, നമുക്ക് തോന്നിയിട്ട് നമ്മൾ ദ്വാരക്കുന്ന ദുആ ഖുർആനിലൊന്നും ഇല്ലാത്തതുണ്ട്. ഇതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ ഏതാ? പുണ്യനബി പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ അൽഹംദുലില്ലാഹ്. അതിലിപ്പോ ഒരു അപേക്ഷയൊന്നുമില്ലല്ലോ. അതിലല്ല അപേക്ഷയുണ്ടോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിരുന്നേരൊക്കെ വന്നിട്ട് ചാപ്പാടടിച്ചിട്ട് അൽഹംദുലില്ലാഹ് അഫ്ളലു ദുആയാണത്. തങ്ങളെ വീട്ടില് അവിടെ മദ്രസയിലെ ഉസ്താദുമാര് പോയിട്ട് ചാപ്പാട് കഴിച്ചു. ചാപ്പാടൊക്കെ കഴിച്ചാൽ ഒരു പതിവ് ശൈലി വീട്ടുകാരുടെ സംതൃപ്തിക്ക് വേണ്ടി അൽ ഫാത്തിഹ തങ്ങൾ. അല്ലെങ്കിൽ ഈ വയറ് ഇറങ്ങുന്ന നേരത്തെ ഈ യാസീൻ ഒതിച്ചെന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചാല് ശപിച്ചും കൊണ്ട് ഭണ്ഡാറടങ്ങാൻ ഇനിയിപ്പോൾ അതുകൂടി തീരണ്ടേന്ന് എഴുതിയിട്ട്, അതൊക്കെ മനസ്സിനൊരു റാഹത്തുള്ള നേരത്ത് ആണെങ്കിൽ തരക്കടില്ല. ഞാനിനെ മൊത്തത്തിൽ ആക്ഷേപിക്കല്ല. ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ റാഹത്ത് വേണ്ട ഹബീബിങ്ങള്. ഇത് ടാങ്കൊക്കെ ഫുള്ളായ നേരത്ത്, ഒരു മയക്കം വരുന്ന നേരത്ത്. അപ്പൊ അൽഹംദുലില്ലാഹ് അഫ്ളലു ദുആ. അതിലെന്താ അപേക്ഷ ഉള്ളത്? എന്തെങ്കിലും അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട് അതിന്? അൽഹംദുലില്ലാഹ് എന്ന ആ വാക്യത്തില്, ആ ദിക്റില്, ആ വാക്കില് എന്തെങ്കിലും അല്ലാഹുവോട് ചോദിക്കുന്നുണ്ടോ? ഒന്നും ചോദിക്കണില്ലല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു ദുആ, ദുആയിൽ ഏറ്റവും പവർഫുൾ ദുആ, ഏറ്റവും കൂലി കിട്ടുന്ന ദുആ അൽഹംദുലില്ലാഹ് ആണ്. എന്ന് വെച്ചാല് അല്ലാഹ് തന്നാലും അൽഹംദുലില്ലാഹ്. ചോദിക്കുന്ന ഇടപാടാണ് നിർത്തിയിട്ട് എനിക്കെന്താ വേണ്ടത് അത് റബ്ബിനറിയാലോ, എനിക്കറിയില്ല. ഞാൻ നല്ലത് എന്ന് കരുതുന്നത് മോശമായിരിക്കും, ഞാൻ മോശം എന്ന് കരുതിയത് എനിക്ക് നല്ലതിനായിരിക്കും. അതുകൊണ്ട് എന്നെ റബ്ബ് എനിക്കാണ് തരുന്നതൊക്കെയാണ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത് ഏറ്റവും കൂടിയ റേഞ്ചാണ്. നമുക്ക് പഠിക്കാലോ. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹയിൽ പാരായണം ചെയ്യുന്ന നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അത് കേവലം ഒരു വാക്കായാൽ പോരാ, കേവലം നിസ്കാരത്തിലുള്ള ഒരു ഖിറാഅത്ത് മാത്രമല്ല, അത് ജീവിതത്തിലുടനീളം നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു പരമയാഥാർത്ഥ്യമാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ലിങ്കാണ്. തമ്പുരാനുള്ള സമർപ്പണമാണ്, തമ്പുരാനെ പൊരുത്തപ്പെടുന്നതിന്റെ പ്രഖ്യാപനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുണ്ടായാല്, ഈ ഹംദ് ഉണ്ടായാല്, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലൊക്കെ ഈ അൽഹംദുലില്ലാഹ് ഉണ്ടായാല് നമ്മൾ ഈ ലോകത്തും രക്ഷപ്പെടും, പരലോകത്തും രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം വഫാത്താകാൻ നേരത്ത് മോനെ വിളിച്ചു പറഞ്ഞു. ഏത് മോനെ?
ആ തൂഫാനിൽ ജലപ്രളയത്തിൽ ചത്തുപോയ കൻആനല്ല, അവൻ പോയി. പ്രളയാനന്തരം പിന്നെ ജീവിച്ച ജീവിതത്തിൽ അള്ളാഹു നൽകിയ സ്വാലിഹായ സന്താനം ഒരു കുഞ്ഞുമോനുണ്ടായി. ഈ കുഞ്ഞുമോന് മരിക്കാൻ നേരത്തെ അടുത്തു വന്നു, നൂഹ് നബിയുടെ അടുത്ത് വന്നപ്പോ, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ്യ, ഒരു വസിയത്ത്. മോനെ, ആമുറുക ബിസ്നതൈൻ വ അൻഹാക അനിസ്നതൈൻ, രണ്ട് കാര്യം ഉപ്പാക്ക് പറയാണ്ട് മോനോട്. രണ്ട് കാര്യം വിലക്കാനുമുണ്ട്, നിരോധിക്കാനുമുണ്ട്. കുഞ്ഞുമോൻ വാപ്പാനോട് ചോദിച്ചു, 1000 വയസ്സായിട്ടുണ്ട് അപ്പോ അല്ലേ, 980 കൊല്ലം ചെയ്ത ആളല്ലേ, ദഅവത്ത് ചെയ്ത ആള്. മോൻ ചോദിച്ചു, എന്താണ് വാപ്പ രണ്ട് കാര്യം അങ്ങേക്ക് കൽപ്പിക്കാനുള്ളത്, പറയൂ. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രധാനപ്പെട്ട പ്രധാനവുമായി നിന്നോട് കൽപ്പിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറക്കല്ല മോനെ. فإن السماوات السبع والأرضين السبع وضعن في كفة ولا إله إلا الله في كفة لرجحت لا إله إلا الله. സപ്തവാനങ്ങളെക്കാൾ ഈ ഉരുണ്ട ഭൂമിയേക്കാൾ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട് മോനെ. ആ തിരുവാക്യം, തൗഹീദിന്റെ മധുരമന്ത്രം നീ മറക്കരുതേ, അത് മുറുകെ പിടിക്കണം മോനെ. ഒന്ന്. രണ്ടാമത്തേത് വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, അവന്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുന്നു. വബിഹംദിഹി, അവനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം. ഈ ദിക്ർ നീ മറക്കല്ല മോനെ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നഹാ സ്വലാത്തു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണിത്, അല്ലെങ്കിൽ നിസ്കാരമാണിത്. ഈ മൈക്കിനുമുണ്ട് ഈ പറഞ്ഞ നിസ്കാരം, ഈ പ്രസംഗപീഠത്തിനുമുണ്ട്, ഈ മിമ്പറിനുമുണ്ട് ഈ പറഞ്ഞ നിസ്കാരം. ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളൂ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്കത് കേൾക്കാനുള്ള ചെവിയില്ല, മനസ്സിലാക്കാനുള്ള ഹൃദയവും ഇല്ല. ആ സംഗതി നടക്കുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. മോനെ, എല്ലാ ചരാചരങ്ങളുടെയും നിസ്കാരമാണ് മോനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത്. അതും നീ മറക്കരുതേ. വബിഹാ യുർസഖുൽ ഖൽഖു, ഇതുകൊണ്ടാണ് അള്ളാഹു ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഏതുകൊണ്ട്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അവരിലുള്ളത് കൊണ്ടാണ് അള്ളാഹു ജീവജാലങ്ങൾക്ക് അന്നം കൊടുക്കുന്നത് മോനെ. അതുകൊണ്ട് അന്നം നിലനിന്ന് പോണ്ടേ. അതുകൊണ്ട് ഇത് മറക്കണ്ട ഈ രണ്ട് കാര്യം. വ അൻഹാക അനി ശിർക്കി വൽ കിബ്ർ, മോൻ ഒരിക്കലും ശിർക്കിലേക്കും അഹങ്കാരത്തിലേക്കും പോകരുത്. ഈ രണ്ട് കാര്യം നിന്നോട് വിലക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്നത്, ഇത് ശരിക്ക് കേട്ടോട്ടോ, ഇവിടെ ഇരിക്കുന്ന പലർക്കുള്ളൊരു പരാതിക്കുള്ളൊരു പരിഹാരം അപ്പ ഈ പറയണേ. അൽഹംദുലില്ലാഹ് എന്നത് നിങ്ങളുടെ സാമ്പത്തിക ക്ലേശം നീങ്ങിക്കിട്ടാൻ ഒരു മതിയായ കാരണമാണ്, കടം തീരാനുള്ള ഒരു വഴിയാണ് അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഹംദുല്ലാഹി അമാനുല്ലിൻ നിഅമതി മിൻ സവാലിഹ, ഒരു ഹദീസ് പറഞ്ഞു. എന്ത് ചെയ്യുന്നത്? ഹംദുല്ലാ അമാനുല്ലിൻ നിഅമതി മിൻ സവാലിഹ, ഏത് അനുഗ്രഹം കിട്ടുമ്പോഴും ഉടനെ അള്ളാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കാൻ അത് കാരണമാവും. ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് അത് പെട്ടെന്ന് എടുത്തു കളയാനും തകർത്ത് കളയാനും എളുപ്പമുണ്ട് അല്ലേ. അള്ളാഹ്ക്ക് എന്തിന് ചെറിയൊരു പനി, ഒരു വിറക്കല്, പാരസെറ്റമോൾ അടിച്ചിട്ടൊന്നും ഈ വിറകട്ട് നിൽക്കുന്നില്ല, കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ക്യാൻസർ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്ര ഉള്ളൂ. ഏത് അനുഗ്രഹം അള്ളാഹ്ക്കാണ്ട് പിൻവലിക്കാൻ വളരെ എളുപ്പ. അപ്പൊ അതില്ലാതിരിക്കാൻ കിട്ടുമ്പോ അള്ളാഹനെ സ്തുതിക്കല്, അത് നീങ്ങിപ്പോകാതിരിക്കാനും നിർഭയത്വം കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്. അത് മാത്രല്ല, നിലവിലുള്ള ക്ലേശം, സാമ്പത്തിക ടൈറ്റ്, ദാരിദ്ര്യം, ഇത് നീങ്ങിക്കിട്ടാനും ഹംദ് കൊണ്ട് സാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ചില ആൾക്കാർ എന്ത് ചെയ്താലും പൊട്ടുക. നാട്ടിൽ 8 പൊട്ടിയിട്ടാണ് അമ്മായി അപ്പൻ ദുബായിക്ക് കൊണ്ടുപോയത്. അമ്മായി അപ്പന്റെ കടയിലേക്കാ മരുവനെ കൊണ്ടുപോയത്. ഈ പഹയനെ കൊണ്ടുപോയതോടുകൂടെ അമ്മായി അപ്പൻ ഷട്ടറാണ് താഴ്ത്തി. കാരണം പൊട്ടിയിൽ അവിടെയും പൊട്ടി. അമ്മായി അപ്പന്റെ പൊട്ടിയ പിന്നെ ഒരു ഫ്രണ്ട്സ്, ഒരു കൂട്ടുകാരൻ കൂട്ടി കൊണ്ടുപോയി.
പൊന്നാര ചങ്ങാതിയെ നീ എന്റെ കൂടെ വാ, എനിക്ക് 2-3 കട ഉണ്ട് കാരണം ഇവനെ കൊണ്ട് ഒരു കടയെ കയറ്റിയോട് കൂടി അവന്റെ സംരംഭം പൊട്ടി, അവന്റെ വ്യവസായവും പൊട്ടി. എന്നിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇടങ്ങാറായിട്ട്. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവുണ്ട്. ഇതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഒരു പണിക്കരെടുത്ത് പോവുക, ആരും കാണാതെ കവടി നിരത്തി വെക്കാം. ഈമാനും ഉണ്ടാവില്ല, ഇസ്ലാമും ഉണ്ടാവില്ല, നിസ്കാരവും ഉണ്ടാവില്ല. വലിയൊരു വിഷയമാണ്. അതിപ്പോൾ ഈ ചെറിയ സദസ്സിൽ പറഞ്ഞാൽ പോലും വെള്ളിയാഴ്ച എന്ന് പറയേണ്ട വിഷയമാണത്. പെരുമ്പാവൂരൊക്കെ ഒരു 3 മാസം അതന്നെ എന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ മാറ്റം അൽഹംദുലില്ലാ ഉണ്ട് താനും. കാരണം സന്മനസ്, നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. ആ ഉദ്ദേശത്തിലാണ് നിങ്ങളൊക്കെ പഠിക്കാൻ വരുന്നത്. അബദ്ധത്താൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടായിരിക്കും. ആ വിവരക്കേട് തീർക്കുമ്പോൾ ആ അബദ്ധങ്ങളിൽ പോയി വീഴൂല. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവുമല്ലോ. ഇതിന് പരിഹാരമുണ്ട് മോനെ, ഇതിന് പരിഹാരമുണ്ട് സഹോദര. എന്താ പരിഹാരം? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്കൊരു സഹാബി വന്നു. ഹദീസിൽ കാണാം, ഇന്ന റജുലൻ ജാഅ ഇലൻ നബി, നബിയുടെ മുന്നിൽ വന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, തവല്ലത്ത് അന്നിദ് ദുനിയാ വഖല്ലത്ത് ദാതു യദി യാ റസൂലല്ലാഹ്. തവല്ലത്ത് അന്നിദ് ദുനിയാ, എന്നെ കാണുന്നിടത്തുനിന്ന് ദുനിയാവ് ഓടുകയാണ് റസൂലേ. എന്നെ ഞാൻ ഉള്ളയിടത്ത് നിന്ന് ദുനിയാവ് ഓടുകയാണ്. എന്താണ് ഇപ്പാ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ എവിടെ ചെന്നോ അവിടെ കൊളാകുകയാണ്. തവല്ലത്ത് അന്നിദ് ദുനിയ, ഞാൻ ഉണ്ടോ ദുനിയാവ് അവിടുന്ന് വേറെ വഴിക്ക് പോവാണ്. എന്നാലോ വഖല്ലത്ത് ദാതു യദീ, നയാ പൈസയില്ല കയ്യിൽ, നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ല. ഒരു പാട്ടുണ്ടല്ലോ, വഖല്ലത്ത് ദാതു യദീ, കയ്യിലൊന്നുമില്ല. ഞാൻ ഇടങ്ങാറായി. എന്ത് ഇടപാട് ചെയ്താലും പൊട്ടുകയാണ്. ഞാൻ കേറിയോ അവിടുന്ന് ദുന്യാവ് പോവാണ് റസൂലേ തന്നെ. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഉണ്ടല്ലേ, അയൽക്കാരുമായിട്ട് കുറച്ച് ശത്രുത ഉണ്ടല്ലേ, വെറുതെ അയൽക്കാരെ ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുണ്ടോ? സിഹിർ ഒരു സത്യമാണ്. സിഹിർ എന്ന് പറഞ്ഞ ആയതുകൊണ്ടാണ്, സത്യമാണ്, ഉണ്ട്. ഇനിയിപ്പൊ അങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ആ ബന്ധം വഷളാക്കല്ല, സിഹിർ ചെയ്തവനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയും അവർ തമ്മിൽ അടുപ്പിക്കുകയാണ് വേണ്ടത്. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ തമ്മിലും മിണ്ടാത്ത ബദ്ധ വൈരികളാക്കി മാറ്റാൻ ചില ഹംക്ക് ശൈത്താന്മാര് ഇതിന് കുപ്പായിട്ടിരിക്കുന്ന ഇസ്ലാമിക് ജ്യോതിഷം, എന്താ പേര്, ഇസ്ലാമിക് ജ്യോതിഷം, രണ്ടും തമ്മിൽ ചേരയില്ല. ജ്യോതിഷം ഇസ്ലാമിന് തീർത്തും അന്യമാണ്. ഇത് രണ്ടും കൂട്ടിക്കെട്ടാൻ പറ്റൂല. തീയും വെള്ളം ഒരു സ്ഥലത്ത് ഉണ്ടാവില്ലല്ലോ. ഇസ്ലാമിക് ജ്യോതിഷം അങ്ങനെയൊക്കെ ബോർഡ് വെച്ച പല സ്ഥലമുണ്ട്. നബി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഫഅൈന അൻത അൻ സ്വലാത്തിൽ മലായിക വതസ്ബീഹിൽ ഖലായിഖ്. എടാ ചങ്ങാതി, നീ മലക്കുകളുടെ നിസ്കാരത്തിൽ നിന്നും പടപ്പുകളുടെ തസ്ബീഹിൽ നിന്നും ഒളിച്ചോടിയല്ലടാ. ഐന അൻത, ഫഅൈന അൻത, നീ എവിടെ? അൻ സ്വലാത്തിൽ മലായിക, മലക്കുകളുടെ പ്രാർത്ഥന വിട്ട് നീ എവിടെ പോയടാ? തസ്ബീഹിൽ ഖലായിഖ്, പടപ്പുകളുടെ തസ്ബീഹ് വിട്ടിട്ട് നീ എവിടെ പോയി? അതാണടാ കുഴപ്പം. അദ്ദേഹം ചോദിച്ചു, മാതാ യാ റസൂലല്ലാഹ്, മലക്കുകളുടെ നിസ്കാരവും പടപ്പുകളുടെ തസ്ബീഹും അത് ഏതാ തങ്ങളെ? പറഞ്ഞു കൊടുത്തു, ഖുൽ, നീ പറഞ്ഞുകൊള്ളുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. വേറെ റിപ്പോർട്ടിലുണ്ട്, അതും നല്ലതാണ്. ഈ ഹദീസിൽ ഇങ്ങനെയുള്ളത്, അസ്തഗ്ഫിറുല്ലാഹ്, സ്തുതി, തസ്ബീഹ്. ഇത് നീ ഡെയിലി പതിവാക്കിയാല് ദുന്യാവ് ഇപ്പൊ നിന്നെ കണ്ടിട്ട് ഓടല്ലേ, അനുസരിച്ച് കീഴ്പ്പെട്ട് നിന്റെ പാദത്തിങ്കൽ വന്ന് ദുന്യാവ് നിനക്ക് സേവ ചെയ്യും. നീ അവിടെ നിന്ന് പറഞ്ഞാലും പ്ലീസ് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് പണം അങ്ങനെ വരുന്നു. സ്വഹീഹായ ഹദീസാണിത്. നിന്യയായിക്കൊണ്ട്, വിനയാന്വിതയായിക്കൊണ്ട് നിന്റെ കാൽക്കൽ ദുനിയാവ് വരും, നിന്റെ പ്രശ്നങ്ങൾ തീരും, നിന്റെ കടക്കണിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. ചുരുക്കത്തില് ഹംദ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്.
സൗദി അറേബ്യയിലെ വാതിലിൽ മാത്രമല്ല, നമ്മളെ പള്ളികളിലൊക്കെ മഗ്‌രിബിന്റെ മുമ്പ് നമ്മൾ മുഅ്മിനീങ്ങളൊക്കെ ചൊല്ലാറുണ്ട്, ഇവിടെ കുട്ടികളൊക്കെ ചൊല്ലാറുണ്ട്. അത് ഒരു വലിയ മഹത്വമുള്ള ദിക്ർ തന്നെയാണ്, വലിയ മഹത്വമുള്ളത്. ലോകത്ത് തന്നെ മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു കാര്യം ഉറപ്പാണ്. നിർത്തി ഇനി ഞാൻ പറയാം. ഒരു കാര്യം ഉറപ്പാണ്, ആത്മാർത്ഥമായി കൊണ്ട് ആ തസ്ബീഹ് ഹംദിൽ പങ്കാളികളായാൽ, നീ കൂട്ടായിട്ടില്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും പയ്യെ. ഇപ്പൊ റമളാനിലൊക്കെ നമ്മളിങ്ങനെ ഈ വാങ്ങ് കൊടുക്കണ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ഏതായാലും ഒത്തു പോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെയല്ല, കൽബറിഞ്ഞുകൊണ്ട് ഈ തസ്ബീഹ് ചൊല്ലിയ നിങ്ങളെ പ്രശ്നം തീരുറപ്പാ. കാരണം സ്വാദിഖുൽ അമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വഴിയാണിത്. എടങ്ങാറായി മുന്നിൽ വന്ന് സങ്കടം ബോധിപ്പിച്ച സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തൊരു പ്രതിവിധിയാണിത്. ഇതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് രക്ഷ കിട്ടും. ഈ വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ പലരും ദ്വാരക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു നല്ല ഒരു റിസൾട്ട് വരും എന്ന കാര്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ ഹംദ് കൊണ്ട് ജീവിതം നന്നാകും, മരണം നന്നാകും. എന്ത് നന്നാകും? ജീവിതം നന്നാകും, മരണവും നന്നാകും. ഞാനൊരു കഥ പറയട്ടെ, ചരിത്രം. ഒരു നാട്ടിലൊരു വൃദ്ധ മാതാവുണ്ടായിരുന്നു. ആ മാതാവ് ഏത് സമയത്തും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. എപ്പോഴും ലക്കൽ ഹംദു യാ റബ്ബി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കുറച്ച് പ്രയാസം, ഈ അറബികൾക്കൊക്കെ ഉണ്ടൊരു സ്വഭാവം, വാപ്പ മരിച്ചു അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയുണ്ട്. മരണവാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി ചൊല്ലേണ്ടതാണ്, കൂട്ടത്തിൽ അൽഹംദുലില്ലാ. എന്താ കാരണം? അദ്ദേഹം ഏതായാലും അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി പോയല്ലോ, ഞാൻ അവിടെ സന്തോഷാകട്ടെ അൽഹംദുലില്ലാ. അറബിയാളൊരു സ്റ്റൈലാണത്, അല്ലേ? അവ പറഞ്ഞു വരുന്നത്, ഈ സഹോദരി ഏത് വിപത്തിലും ഏത് ക്ലേശത്തിലും ബുദ്ധിമുട്ടിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു ഈ വൃദ്ധമാതാവ്. അവരെ മക്കള് പറയാൻ, അവരെ മക്കളും കൊച്ചുമക്കളും പറയാൻ, ഒരിക്കൽ അവർ സുന്നത്ത് നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, നീണ്ട സുജൂദ്, ഒത്തിരി നേരം സുജൂദ്. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ തീന്മേശയിൽ ഫുഡൊക്കെ റെഡിയാക്കി, ഉമ്മ അപ്പോഴും സുജൂദിലാണ്. എന്താ നിസ്കാരം കഴിയാത്ത? അടുത്ത് എന്ന് നോക്കി, തട്ടി നോക്കിയപ്പോൾ ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഉമ്മ അള്ളാഹുവിലേക്ക് യാത്ര പോയിരിക്കുന്നു. ആ കുടുംബം പറയുന്നു, ഉമ്മാന്റെ ഈ അൽഹംദുലില്ലാ തന്നെയാണ് ഇതിന് കാരണം. വേറെ 5 വക്ത് നിസ്കരിക്കുന്നല്ലാണ്ട്, ഫർള് നോമ്പ് പിടിക്കുന്നല്ലാണ്ട്, ആരെങ്കിലും പാവങ്ങൾ വന്നാൽ മിച്ചുള്ളത് കൊടുക്കുന്നല്ല, വേറെ പ്രത്യേകിച്ച് ഒരു ഇബാദത്തുണ്ടായിരുന്നില്ല. അള്ളാനെ മനസ്സറിഞ്ഞ് സ്തുതിക്കുന്ന ഉമ്മയായിരുന്നു. അതിന് അള്ളാഹ് അറിഞ്ഞും വെച്ച് കൊടുത്ത മരണാണിത്. ഈ ചരിത്രം നെറ്റിലുണ്ട്. അറേബ്യൻ രാജ്യത്ത് നടന്നത് അവിടുത്തെ പണ്ഡിതന്മാര്, ഞാൻ നെറ്റിൽ നിന്ന് അവരുടെ കിതാബിൽ നിന്ന് കണ്ടതല്ല. അപ്പോ ജീവിതം നന്നാകും, മരണവും നന്നാകും. അൽഹംദുലില്ലാ നമ്മൾ എന്നിട്ടല്ല നിർത്തണം, നിർത്തി. ഫാത്തിഹയിലെ അൽഹംദുലില്ലാ പറഞ്ഞു തീർന്നു, ബിസ്മി പറഞ്ഞു തീർന്നല്ലോ, അൽഹംദുലില്ലാ പറഞ്ഞു തീർന്നു. ഇനി റബ്ബുൽ ആലമീനാണ് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹുവിനെ റബ്ബുൽ ആലമീനായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടണം. സർവലോകങ്ങളുടെയും പരിപാലകൻ, സകല ലോകങ്ങളുടെയും പടപ്പുകളുടെയും നിയന്താവും പരിപാലകനും, അതാണ് റബ്ബുൽ ആലമീൻ. ഈ നിലക്ക് അള്ളാഹുവിനെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഒക്കെ തീരും, റബ്ബുൽ ആലമീൻ അല്ലേ. ഫാത്തിഹ സൂറത്തിൽ ഒരു കാര്യം എല്ലാവരും അറിയട്ടോ, ഇത് ഫാത്തിഹ അവസാനിക്കുന്നത് വരെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം ഇനി പറയുന്നത്. ഫാത്തിഹയിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് 5 സുപ്രധാന തത്വങ്ങളാണ്. 5 തത്വങ്ങൾ. ഫാത്തിഹയുടെ മോട്ടീവ് അതാണ്, ഫാത്തിഹയുടെ അന്തസത്ത അതാണ്, ഫാത്തിഹയിൽ ഉൾക്കൊണ്ടത് അതാണ്. 5 തത്വങ്ങൾ. അതൊന്നെന്താണ്? ഒന്നാമത്തെ തത്വം സൃഷ്ടാവിനെ അറിയുക എന്നതാണ്. ഈ 5 തത്വങ്ങള് നമ്മൾ ഈ ഫാത്തിഹ പഠനത്തിൽ നിന്ന് പഠിച്ചെടുത്ത് പ്രയോഗിച്ചാൽ ഇൻഷാ അല്ലാഹ് ലക്ഷ്യത്തിലെത്തും, ഉറപ്പാ. ലക്ഷ്യത ഈ ദുനിയാവിൽ അല്ലാഹ് എന്ന ഈമാൻ ഉറക്കുക, യഖീന്, നാളെ സ്വർഗത്തിലെത്തുക. ഇതാ ലക്ഷ്യം, മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം. ഈ 5 തത്വങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് പ്രയോഗവൽക്കരിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നെന്താണ്? സൃഷ്ടാവിനെ അറിയുക, അവന്റെ മഹത്വം ഗ്രഹിക്കുക. സൃഷ്ടാവിനെ അറിയുകയും അവന്റെ മഹത്വം ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സൃഷ്ടാവിലേക്ക് ആകർഷണം ഉണ്ടാവുക. ആ സൃഷ്ടാവിനെ കുറിച്ച്, സൃഷ്ടാവിൽ മാനസിക ബന്ധമുണ്ടാകുക.
സൃഷ്ടാവുമായിട്ടുള്ള മാനസിക ബന്ധം നിലനിൽക്കുന്നതും ഈ അറിവിലൂടെ. അറിയാത്ത ഒരു സംഗതിയിലേക്ക് മനുഷ്യൻ എങ്ങനെ ആകർഷിക്കുക കൂട്ടരെ? അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എങ്ങനെ നാം യാത്ര ചെയ്യ കൂട്ടരെ? അപ്പൊ ഒന്നാമത്തെ തത്വം ഫാത്തിഹയിൽ അല്ലാഹ് പഠിപ്പിക്കുന്നത്, സൃഷ്ടാവിനെ നിങ്ങൾ അറിയണം, അവന്റെ മഹത്വം നിങ്ങൾ ഗ്രഹിക്കണം. അവന്റെ മഹത്വം മനുഷ്യരായ നമ്മൾ സൃഷ്ടാവിനെ അറിയാനും അവന്റെ മഹത്വം ഗ്രഹിക്കാനും മനുഷ്യരായ നമുക്ക് മുന്നിലുള്ള വഴി എന്താ? നമ്മുടെ കണ്ണുകൊണ്ട് അവനെ കാണാൻ പറ്റൂല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റൂല, മനസ്സിൽ രൂപപ്പെടുത്താനും പറ്റൂല. പിന്നെ എങ്ങനെ നമ്മൾ അറിയാ? പ്രപഞ്ചത്തെ പഠിക്കുക, പ്രപഞ്ചത്തിൽ ചിന്തിക്കുക, പ്രപഞ്ചനാഥനിലേക്ക് എത്തുക. ഇതാണ് ഖുർആന്റെ മുദ്രാവാക്യം. അള്ളാനെ അറിയാനുള്ള മാർഗം പ്രപഞ്ചത്തെ പഠിക്കുക, പ്രപഞ്ചത്തിൽ ചിന്തിക്കുക, അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തുക. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിരവധി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. എത്ര ആയത്താന്നറിയാം നിങ്ങൾക്ക്? അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ ഇങ്ങനെ നിരത്തി വലിച്ച് നീട്ടി പറയാൻ. അതിന്റെ ഒരു ക്യാപ്സൂളാണ്, ആറ്റിക്കുറുക്കിയ സത്തയാണ് റബ്ബുൽ ആലമീൻ. പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനത്തിൽ, ചിന്തയിൽ എത്തിപ്പെടുന്ന അതിന്റെ ഒരു ആറ്റിക്കുറുക്കിയ സത്തയാണ് റബ്ബിൽ ആലമീൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഖുർആനിലെ 114 അധ്യായങ്ങളും ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 113 അധ്യായങ്ങളും ഫാത്തിഹയുടെ വിവരണങ്ങളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അള്ളാനെ തിരിയ. പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ ഖുർആനിന്റെ അതിപ്രധാന ഇതിവൃത്തമാണ്, ചർച്ചാ വിഷയമാണ്. അതെല്ലാം ഉൾക്കൊള്ളിച്ച ഒരു സത്തയാണ്, ക്യാപ്സൂളാണ് റബ്ബിൽ ആലമീൻ. ഈ റബ്ബുൽ ആലമീനെ വിശദീകരിച്ചത് ഖുർആനിലെ പടച്ചോനെ എത്ര ആയത്ത. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാ, സൂറത്ത് നംലിന്റെ 59 മുതൽ 64 വരെ. വഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅ فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون أمن يجيب المضطر إذا دعا ويكشف السوء ومن يرزقكم من السماء والأرض. അള്ളാഹു പറയന്നെ റബ്ബുൽ ആലമീന്റെ വിശദീകരണ കൂട്ടരേത്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ വിശദീകരിക്കാൻ നിന്ന് തീരൂല എന്നതുകൊണ്ട് റബ്ബുൽ ആലമീൻ നമ്മൾ പഠിക്കണം, ഉറപ്പായിട്ടും പഠിക്കണം. ആ ഓത്തിൽ നമുക്കുണ്ട് റബ്ബുൽ ആലമീൻ ആരാന്ന് നമ്മുടെ മനസ്സിൽ കിട്ടണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല.